മാഷെ ഒരു വാർത്ത വന്നിരിക്കുന്നു. ഫസ്റ്റ് പോസ്റ്റിൽ വന്നിരിക്കുന്ന വാർത്തയാണ്. വാഷിംഗ്ടണിൽ ലോബിയിങ്ങിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ചെലവഴിച്ചത് ഇന്ത്യയേക്കാൾ 3 ഇരട്ടിയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടായിട്ട് കൂടി ചോദിക്കുകയാണ്, ഈ ലോബിയിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡീപ് സ്റ്റേറ്റ് അതും ഇതൊക്കെ പറയും, അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഏതാണ്ട് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ലോബിയിങ് എന്ന് പറയുന്നത് ഈ കുറച്ച് നാളുകളായിട്ട് സംസാരിച്ചാണ്, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ലോബിയിങ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. ലോബിയിങ് എന്താണ്? ഈ ലോബിയിങ്ങിന് വേണ്ടിയിട്ട് എന്തിനാണ് പാകിസ്ഥാൻ ഇത്രയും പണം ചെലവഴിക്കുന്നത്? പാകിസ്ഥാന് ഈ ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത്? അത് നാളെ വളരെ നല്ല ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും താല്പര്യമുള്ള കൗതുകമുള്ളൊരു ചോദ്യം തന്നെ ആയിരിക്കും അത്. നേരെ പറഞ്ഞാൽ സൂക്ഷ്മാർത്ഥത്തിൽ ഈ രണ്ട് വാക്കുകളും പരസ്പര വിപരീത പദങ്ങളാണ്. ലോബിയിങ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ഫേവർ കിട്ടാൻ, അപകടാവസ്ഥയിൽ പിന്തുണ കിട്ടാൻ, അല്ലെങ്കിൽ യുദ്ധത്തിൽ പിന്തുണ കിട്ടാൻ, വ്യാപാരത്തിൽ പിന്തുണ കിട്ടാൻ, ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ പിന്തുണ മറ്റൊരു രാജ്യത്തിന് കിട്ടാൻ. ഇപ്പം നമ്മുടെ രാജ്യത്തിന് വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തിന് പിന്തുണ കിട്ടാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണം, നമ്മൾ നിയോഗിക്കുന്ന ഏജൻസി, രഹസ്യാന്വേഷണ വിഭാഗം, നമ്മൾ എൻഗേജ് ചെയ്യുന്ന, അതിനുവേണ്ടി എടുക്കുന്ന പവർ ബ്രോക്കേഴ്സ് ഉണ്ടാവും. അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഏജൻസി ഉണ്ടാവും, ഇന്റർനാഷണൽ ഏജൻസി ഉണ്ടാവും. ഇവിടുത്തെ കുത്തകകൾ അമേരിക്കൻ കുത്തകകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടാവും. അങ്ങനെ ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ട്രംപിനെ നമുക്ക് സ്വാധീനിക്കണമെങ്കിൽ ട്രംപുമായി ബന്ധമുള്ള അമേരിക്കൻ കുത്തകകൾ ഉണ്ടാവും. അവരുമായി പാർട്ട്ണർഷിപ്പോ കൊളാബറേഷനോ ഉള്ള ഇന്ത്യൻ കുത്തകകൾ ഉണ്ടാവും. അവരാണ് ഇതിന് ഡീൽ ഉറപ്പിക്കുക. പ്ലസ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സഹായം ഉണ്ടാവും. ആ സഹായം നമ്മളെ ഉദ്യോഗസ്ഥന്മാരെയും നമ്മളെ രഹസ്യാന്വേഷണ വിഭാഗത്തെയും ഒക്കെ ഏൽപ്പിക്കും. അവിടെയും ഇവിടെയും അതിന് കളമൊരുക്കി കൊടുക്കാൻ. അവിടെ കളമൊരുക്കി കൊടുത്തിട്ട് രഹസ്യമായി അത് ചെയ്യാൻ നമ്മളെ എംബസികളെ ഏൽപ്പിക്കും. ഈ മെഷീനറി എല്ലാം കൂടി ചേർന്നതിനാണ്. അതിൻ്റെയൊക്കെ പുറമെ ഇവിടെ മർമറിങ് ക്യാമ്പയിൻ നമ്മൾ തുടങ്ങുമല്ലോ, പലതരത്തിലുള്ള പ്രചാര വേലകൾ നടത്താനുള്ള നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പണി ചെയ്യും ഇവിടെ. അതായത് അമേരിക്ക നമ്മളെ ഒന്ന് പിന്തുണച്ച് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, ആരെയും നമുക്ക് ഫേവർ ചെയ്യാൻ. ഇങ്ങനെ ബഹുമുഖമായ തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഫേവർ അല്ലെങ്കിൽ പിന്തുണ നേടിയെടുക്കാൻ മറ്റൊരു രാജ്യം സ്വന്തമായി നടത്തുന്ന ശ്രമത്തിനാണ് ലോബിയിങ് എന്ന് പറയുക. ഈ ലോബിയിങ്ങിന് പണം ചെലവ് വരും. ഈ ലോബിയിങ്ങിൻ്റെ പണം ഉണ്ടാക്കി കൊടുക്കാനും ഈ ഏജൻസികൾ, പവർ ബ്രോക്കേഴ്സ് സഹായിക്കും. സർക്കാരിൻ്റെ പണം ഡയറക്റ്റായിട്ട് എടുത്ത് ബജറ്റ് അലോക്കേഷൻ ഇതിനു വേണ്ടി നീക്കി വെക്കാൻ പറ്റില്ല. ലോബിയിങ് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് ബജറ്റ് പറ്റും. അപ്പോൾ അതിനാണ് ഇവർ പവർ ബ്രോക്കേഴ്സുമായി ഡീൽ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ബ്രോക്കറെ, ഏതെങ്കിലും ഒരു പവർ ബ്രോക്കറെ നമ്മൾ ഏർപ്പാടാക്കുന്നു. ആ പവർ ബ്രോക്കർ അവരുടെ കൊളാബറേഷൻ മുഖേന ആ രാജ്യവുമായി ഡീൽ ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ ഞങ്ങൾ പണം ഇറക്കാം, ഇപ്പോൾ ഇത്ര മില്യൺ ഞങ്ങൾ ഇറക്കിക്കൊള്ളാം, ഇപ്പോൾ 100 മില്യൺ ഞങ്ങൾ ഇറക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ആ കരാർ എത്രക്കായിരിക്കും? ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നേടിക്കഴിഞ്ഞാൽ അവന് 500 മില്യണെങ്കിലും കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ആ രീതിയിലാണ് ഡീൽ. പൈസ ഇറക്കുന്നതും നമ്മളല്ല, നമ്മൾ ഈ കാണാത്ത ഡീപ് സ്റ്റേറ്റ് പോലൊരു ഭരണകൂടമാണ്. ലോബിയിങ് എന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റിന്റെ മറ്റൊരു വശമാണ്. ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. മറ്റൊരു രാജ്യത്തെ ഭരണകൂടത്തെ ശിഥിലമാക്കിയിട്ട് അല്ലെങ്കിൽ ഭരണകൂടത്തെ തകർത്തിട്ട് ആ രാജ്യത്തിനുമേൽ, ഒന്നുകിൽ ആ രാജ്യത്തിൻ്റെ വിഭവങ്ങൾക്കുമേൽ, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ വ്യാപാരത്തിനുമേൽ, അതും അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭരണകൂടത്തിനുമേൽ ഒക്കെ നമ്മുടെ സ്വാധീനം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി, അന്യരാജ്യത്തെ തകർക്കാനും ശിഥിലമാക്കാനും വേണ്ടി നമ്മുടെ രാജ്യം ചെലവഴിക്കുന്ന പണം, അതും ഇങ്ങനെയാണ്. അതിൻ്റെ വരവ് എവിടെയും ചേർക്കൂല. ഡീപ് സ്റ്റേറ്റിന് ഫണ്ട് കൊടുക്കുമോ? ഇല്ല. പക്ഷേ ജോർജ് സോറസിനെ പോലുള്ള മുതലാളിമാർ ഇറക്കും. അവരൊറ്റ കണ്ടീഷൻ ഉണ്ടാക്കുള്ളൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ബംഗ്ലാദേശ് ഗവൺമെന്റിനെ അട്ടിമറിച്ച് തരണോ? അവിടെ കലാപം ഉണ്ടാക്കണോ? അവിടുത്തെ പാർലമെന്റ് മന്ദിരങ്ങൾ കത്തിക്കണോ? എന്നിട്ട് അവിടുന്ന് ഷെയ്ഖ് ഹസീനയെ ആട്ടി ഓടിക്കണോ? എന്നിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മുഹമ്മദ് യൂനുസിനെ പോലെ ഒരാളെ അവിടെ കൊണ്ടുപോയി അധികാരത്തിലേറ്റണോ? ഇത്രയും കരാറ് ഞങ്ങൾ ചെയ്തു തരാം. അവിടെ ആദ്യം ക്യാമ്പയിൻ നടത്തും, അസംതൃപ്തി ഉണ്ടാക്കും, കലാപകാരികൾക്ക് പണം കൊടുക്കും, ആയുധം കൊടുക്കും, എല്ലാം എത്തിച്ചു കൊടുക്കും. ഇത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഭീകരമായൊരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷന് ഇപ്പോൾ അവർ ചോദിക്കുന്ന എമൗണ്ട് ഞങ്ങൾ ചെയ്തു തരാം, അഡ്വാൻസ് ഞങ്ങൾ ഇറക്കിക്കൊള്ളാം, നിങ്ങൾ തരണ്ട. പക്ഷേ കണക്കിൽപ്പെടാതെ ഞങ്ങൾ ചെലവഴിക്കുന്ന പണത്തിൻ്റെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ഒക്കെ കണക്കിൽപ്പെടാതെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരേണ്ടി വരും.
അങ്ങനെയാണ് മുതലാളിമാർക്ക് കാശിറക്കുക. ഇത് രണ്ടും നടത്തുന്നത് സമാന്തര ഭരണകൂടങ്ങളാണ്. ലോബിയിങ് നടത്തുന്ന സമാന്തര ഭരണകൂടമാണ്. ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഓപ്പറേഷൻ നടത്തുന്നത് സമാന്തര ഭരണകൂടങ്ങളാണ്. രണ്ടിന്റെയും പർപ്പസ് പരസ്പര വിരുദ്ധമാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇത് രണ്ടും വിപരീത ക്രിയകളാണ്. പൊളിറ്റിക്സിൽ സത്യത്തിലെ ആളുകൾ ഈ പുതിയ കാലത്തെ വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാൻ താല്പര്യമുള്ള രണ്ട് വാക്കായിരിക്കും. എന്താ ഡീപ് സ്റ്റേറ്റ്, എന്താണ് ലോബിയിങ്. ഇത് രണ്ടും ഇങ്ങനെ സമാന്തരമായിട്ടുള്ള രണ്ട് പ്രോസസ്സാണ്, പരസ്പര വിരുദ്ധമായ പ്രോസസ്സാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഇതുണ്ട്. ഇന്ത്യക്ക് ലോബിയിങ് ഉണ്ട്, നമ്മളത് പറയില്ല എന്നേ ഉള്ളൂ. ഇന്ത്യക്ക് ലോബിയിങ് ഉണ്ട്. നമ്മൾ ഏതൊക്കെ രാജ്യത്തിൻ്റെ ഫേവർ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ രാജ്യത്തിൻ്റെ ഫേവർ നമുക്ക് കിട്ടാനുള്ള ഏജൻസികളുണ്ട്, അതിൻ്റെ മെഷീനറി ഉണ്ട്, അതിന് ഫണ്ടുണ്ട്, അതിനുള്ള എല്ലാ ഡീൽസും ഒക്കെ ഉണ്ടാവും. തിരിച്ചുണ്ട്. നമ്മൾക്ക് വല്ലാതെ ശല്യം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണോ, അതിനുള്ള പണി നമ്മൾ ചെയ്യും. നമ്മൾ വിചാരിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് അമേരിക്കക്ക് മാത്രം പറഞ്ഞ പണിയാണെന്നാണ്. ഇല്ല, ഇപ്പൊ ഉള്ള വാർത്തകൾ പറയുന്നുണ്ടല്ലോ ഇന്ത്യയും ഒരു ഡീപ് സ്റ്റേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിന്റെ തെളിവെന്താ? സംശയം എന്താ ഉള്ളത്? അതിന് തെളിവെന്താ? നമ്മളിപ്പോൾ ബംഗ്ലാദേശിലെ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയാണെന്ന് പറയാം, അതിൽ തർക്കമൊന്നുമില്ല. നേപ്പാളിലെ ഡീപ് സ്റ്റേറ്റ് ആരാ? ആ ചോദ്യം നമ്മൾ ചോദിക്കണം, പരസ്പരം പറയരുത്. അതെന്താ വെച്ചാൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യാനുള്ളതല്ല. ചില നേരങ്ങളിൽ ചിലർക്ക് കൊടുക്കേണ്ട വഴി ഉണ്ടാവും. അത് ഇന്റർനാഷണൽ ഡിപ്ലോമസിയിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടാക്ടിക്സിൽ, ഡിപ്ലോമസിയും ടാക്ടിക്സും രണ്ടാണ്, അതും പരസ്പര വിരുദ്ധമാണ്. എന്നാൽ ലക്ഷ്യം ഒന്നാണ്. ഡിപ്ലോമസി എന്താ? ഞാനും നീയും തമ്മിൽ, ഞാനൊരു രാജ്യത്തിൻ്റെ അംബാസഡർ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയാണ്, നീ ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യം, നമ്മൾ തമ്മിൽ പരസ്യമായി വെള്ളി വെളിച്ചത്തിൽ ലൈം ലൈറ്റിൽ ഇരുന്നു കൊണ്ട് മനോഹരമായി പറയുന്ന പരസ്പര ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ വാക്കുകളാണ് ഡിപ്ലോമസി. ടാക്ടിക്സോ മേശന്റെ ചോട്ടിലൂടെ ഞാൻ ഒരു ചവിട്ടി ചവിട്ടാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും. ആ രാജ്യത്തിനെ ദ്രോഹിക്കാൻ അല്ലെങ്കിൽ ആ രാജ്യത്തിനെ നിലക്ക് നിർത്താൻ പണി കൊടുക്കാനുള്ള ഏർപ്പാടുകൾക്കാണ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉണ്ടാവും. ഇത് രണ്ടും ഈ ഇതിൻ്റെ മെക്കാനിക്സിൽ, ഈ ഫോറിൻ മെക്കാനിക്സിൽ പെട്ടതാണ്. അത് രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ഇപ്പോൾ ഒടുവിലത്തെ ചോദ്യം, ഇതിപ്പോൾ നമ്മൾ ചോദിക്കാനിടയായ സാഹചര്യം പാകിസ്ഥാൻ ഗവൺമെൻറ് അമേരിക്കയുടെ ഫേവർ കിട്ടാൻ വേണ്ടി നടത്തിയ ലോബിയിങ് ആണ്. യാതൊരു സംശയവുമില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി പണം ചെലവഴിച്ചിട്ടുള്ള രാജ്യം പാകിസ്ഥാനായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ലോബിയിങ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് എപ്പോഴാണ്? ലോബിയിങ് വേണ്ടി വരുന്നത് നമ്മൾ ദുർബലനാകുമ്പോഴാണ്, നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതാകുമ്പോഴാണ്, നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്ഥിരതയും ഇല്ലാതാകുമ്പോഴാണ്, നമ്മുടെ ഭരണകൂടം അസ്ഥിരമാകുമ്പോഴാണ്. അത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച നാടാണ് പാകിസ്ഥാൻ. എന്താ സംശയം? നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ നാടാണല്ലോ. 77-78 കൊല്ലമായി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു ദിവസം മുമ്പേ സ്വാതന്ത്ര്യം കിട്ടിയവരാ. എത്ര തവണ പട്ടാള അട്ടിമറി നടന്നു അവിടെ? എത്ര തവണ പ്രാദേശികമായ കലാപങ്ങൾ നടന്നു? എത്ര പ്രസിഡന്റുമാർ അട്ടിമറിക്കപ്പെട്ടു? എത്ര പേരെ വിദേശ രാജ്യത്തേക്ക് നാട് കടത്തേണ്ടി വന്നു? എത്ര പേര് ഒളിവിൽ കഴിഞ്ഞു, ഇപ്പോഴും കഴിയുന്നു? ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്തരം അസ്ഥിരമായ ഒരു നാടിന് എപ്പോഴും വേണ്ടി വരിക, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയില്ല. പക്ഷെ മാഷെ, അതിന് വേണ്ടുന്ന ഫണ്ട് വേണമല്ലോ. ഈ ഫണ്ട് എന്ന് പറയുന്നത് ഇവർക്ക് നമുക്കറിയാം, IMF ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്ന ഫണ്ട്. ഇപ്പോ IMF-ൽ നിന്ന് പോലും ഫണ്ട് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുള്ള സമയമാണ് പാകിസ്ഥാൻ. അവരും അത് പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ളൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വഴിയും അടഞ്ഞിരിക്കുകയാണ്. ഈ ലഭിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കിടയിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള പണം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇതിനൊരു ലിമിറ്റ് ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടൊന്നും ഇത്തരം ലോബിയിങ്ങിന് ഉപയോഗിക്കാൻ സാധ്യമല്ല. കാരണം അതിന് ഇന്റർനാഷണലി അവർക്ക് അവരുടേതായ മോണിറ്ററിംഗ് സമ്പ്രദായമുണ്ട്. കാരണം ഈ ബൈത്തുൽ മാൽ എന്നാണ് പറയുക, അതായത് പൊതുമുതൽ. ഇസ്ലാമിക രാജ്യങ്ങൾ അവരുടെ ഖജനാവിൽ നിന്ന് ലോകത്തിലെ ഇസ്ലാമിനെ, ലോകമെങ്ങുമുള്ള ഇസ്ലാമിനെ, ഇസ്ലാമിക രാജ്യങ്ങളെയും സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫണ്ട്. അതാണ് സൗദി അറേബ്യ കൊടുക്കുന്നതൊക്കെ. സൗദി അറേബ്യ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്, ഇന്തോനേഷ്യക്ക് കൊടുക്കുന്നുണ്ട്, ബംഗ്ലാദേശിന് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നതിനൊക്കെ പക്ഷേ അവർക്ക് അവരുടേതായ കണക്ക് കൊടുക്കണം. അത് ഈ ലോബിയിങ്ങിനൊന്നും കൈക്കൂലി കൊടുക്കുന്ന അത്തരത്തിലുള്ള ബ്ലാക്ക് മണിക്ക് പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാന്നറിയോ? പാകിസ്ഥാന്റെ കാര്യത്തിൽ വളരെ എളുപ്പമാണ്. പാകിസ്ഥാനിൽ ഇതുവരെ വന്ന എല്ലാ ഗവൺമെന്റുകളും തമ്മിൽ പൊതുവേ പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, അത് ലോകത്തിലെ ഏറ്റവും കറപ്റ്റ് ആയിട്ടുള്ള ഭരണകൂടമാണ്. അഴിമതിയുടെ പണ്ടാരങ്ങളാണ് പാകിസ്ഥാൻ ഇതുവരെ ഭരിച്ചത്. നമുക്കിപ്പോൾ ഭരണകൂടം എടുത്താൽ അഴിമതിക്കാരല്ലാത്ത കുറെ പേരെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിമാരുടെ പട്ടികയിലുണ്ടല്ലോ. അവർക്ക് ആരുമില്ല, എല്ലാവരും അഴിമതിക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ രാജ്യം വിൽപ്പനയ്ക്ക് വെക്കും. അല്ലാതെ ഇപ്പോൾ IMF-ന്റെ ലോണ് കിട്ടിയാൽ അത് കണക്കിൽപ്പെടുത്തണമല്ലോ. രാജ്യം ചെലവഴിക്കണം, ചരടുകൾ ഉണ്ടാവും, കരാറുകൾ ഉണ്ടാവും, അതൊക്കെ പാലിക്കണമല്ലോ. IMF-ന്റെ വായ്പയൊന്നും ഇതിന് കിട്ടൂല. ഇസ്ലാമിക രാജ്യങ്ങളുടെ സഹായവും ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് രാജ്യത്തിലെ ഭരണകൂടം നഗ്നമായി നടത്തുന്ന അഴിമതിയായിരിക്കും.
അധികാരത്തിൽ വന്നാൽ ഞങ്ങള് ഇത്ര കോടിയുടെ, ഇത്ര ബില്യൻ്റെ അല്ലെങ്കിൽ ഇത്ര ട്രില്യൻ്റെ ആയുധം നിങ്ങളിൽ നിന്ന് വാങ്ങിക്കൊള്ളാം. ഓഫർ കൊടുത്താൽ മതി. കാരണം എന്താ, അതിൻ്റെ കമ്മീഷൻ മാത്രം വരും. ഈ എമൗണ്ട് അവനത് അടിച്ചെടുക്കാൻ പറ്റും, അവനത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. ഭരണകൂടത്തെ വിറ്റുകൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്നുണ്ടാക്കുന്ന പണമാണ്, കരിഞ്ചന്ത പണമാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അതാവാനാണ് സാധ്യത. വേറെ പണമൊന്നും ഇപ്പോൾ ആരാ പാകിസ്ഥാന് പണം കൊടുക്കുക? പാകിസ്ഥാൻ ഇപ്പോൾ ആഗോള ചൈന പോലും കടം കൊടുക്കുന്നില്ല. കൊടുത്താൽ തിരിച്ചു കിട്ടണ്ടേ? ചൈന ഷൈലോക്കാണല്ലോ, തിരിച്ച് പലിശ അടക്കം കിട്ടിയില്ലെങ്കിൽ അവൻ കൊടുക്കുമോ? അപ്പോൾ രാജ്യങ്ങൾ, ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങൾ സത്യത്തിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ വിഭവങ്ങൾ, ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പട്ടിണി രാജ്യങ്ങൾക്കൊക്കെ ലോബിങ്ങിന് പണം കൊടുക്കുന്നുണ്ട്. എത്യോപ്യയും ഉഗാണ്ടയും ഒക്കെ കൊടുക്കുന്നുണ്ട്. എവിടുന്ന് അവർക്ക് പണം? അവരുടെ പണം എന്ന് വെച്ചാൽ അവരുടെ വിഭവങ്ങൾ അവിടുത്തെ ഭരണകൂടം പറയും, ഞങ്ങൾക്ക് ഇന്ന രാജ്യത്തിൻ്റെ ഫേവർ വാങ്ങി തന്നാൽ അടുത്ത 99 കൊല്ലത്തേക്ക് ഇത്ര ഏക്കർ പ്രദേശത്തെ മൈനിങ് നിങ്ങൾ പറയുന്ന കമ്പനിക്ക് കൊടുത്തോളാം. മതിയല്ലോ. അതാണ് എൻ്റെ കാര്യം. അങ്ങനെയാണ് ഇതിൻ്റെ ലോബിങ്. അതായത് നടക്കാനുള്ള സാധ്യതയും. എന്തായാലും പാകിസ്ഥാൻ അത് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പൊട്ടന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അമേരിക്കയ്ക്ക് ഇനി ആരെയും വല്ലാതെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ അവർക്ക് മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും അമേരിക്ക പടച്ചോ ഈ ദൈവമാണെന്ന് വിചാരിച്ച് നടക്കുകയാണ്. അമേരിക്കയുടെ യാഥാർത്ഥ്യം അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. 2, പാകിസ്ഥാൻ ഈ ഇത്രയൊക്കെ സേവ പിടിക്കുന്നതും അമേരിക്കയാണ്. ഒരു കാലത്ത് അത് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാലത്ത് അമേരിക്കയ്ക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്, സഹായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇനി അങ്ങോട്ട് അത് മണ്ടത്തരമായിരിക്കും എന്ന കാര്യം 1. 2, ഇവർ ഈ ഫേവറൊക്കെ പിടിച്ചു വരുമ്പോൾ, ഒരു ഭരണകൂടം ഫേവറിന് വേണ്ടി പണം ചെലവാക്കിയിട്ട്, ലോബിയിങ്ങിന് വേണ്ടി പണം ചെലവാക്കി തിരിച്ചു വരുമ്പോൾ അവൻ തന്നെ അവിടെ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് ഉണ്ടാവുന്നതാ ഉറപ്പ്? അസീം മുനീർ എപ്പോൾ കാലുവലിക്കുന്നു എപ്പോൾ നോക്കിയാൽ മതി. ഇതും ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഷഹബാസ് ഷെരീഫ് അവിടെ പോയി സ്വാധീനിച്ചിട്ട് ഞങ്ങളെ ഫേവർ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ലോബിയിങ് നടത്തി പോരുമ്പോൾ അടുത്ത ദിവസം വിളിക്കുന്ന ആരെയാണ്? അസീം മുനീർ. അസീം മുനീർ എന്തിനാണ് പോകുന്നത്? അമേരിക്കയുടെ ഫേവറോടുകൂടി ഷഹബാസ് ഷെരീഫിനെ അട്ടിമറിച്ചിട്ട് ഇവന് ഭരണാധികാരിയാവാനാ. ഇങ്ങനെ ഒരു കൂടാരമാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാന് സ്വന്തം കാൽച്ചുവട്ടിൽ നിന്ന് തന്നെ കാലുവാരുന്നവരുള്ളത് മനസ്സിലായിട്ടില്ല. 2, പാകിസ്ഥാൻ ഗവൺമെന്റിന് സഹായിക്കാമെന്ന് വാക്ക് കൊടുക്കുന്ന അതേ അമേരിക്ക ബലൂജി തീവ്രവാദികളെയും സഹായിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവും? പാകിസ്ഥാൻ ഗവൺമെന്റിനോട് പൊരുതാൻ ആയുധം കൊടുക്കുന്നത് അവർ തന്നെ. അപ്പോൾ അത് ഈ അമേരിക്കയുടെ ഭീകരമായ തട്ടിപ്പുകളൊക്കെ മനസ്സിലാക്കാതെ പോയതാണ്. പക്ഷേ അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് അവർക്ക് ഉള്ള വിഭവങ്ങൾ വെച്ച് മാന്യമായി ലോകത്തോട് ഇടപെട്ടിരുന്നെങ്കിൽ, ആവശ്യമില്ലാത്ത തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം മുടക്കാതെ ഇന്ത്യയോട് സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ 77 കൊല്ലം കൊണ്ട് അവരും മോശമല്ലാതെ പിടിച്ചു നിൽക്കാവുന്ന ഒരു രാജ്യമാകാമായിരുന്നു അവർക്ക്. അത് സാധിക്കാതെ പോയത് ഇമാതിരി തട്ടിപ്പ് കൊണ്ട്. വളഞ്ഞ വഴിക്ക് ജീവിക്കാൻ ശ്രമിച്ചു എന്നതാണ് പാകിസ്ഥാൻ്റെ പരാജയം. അതാണ് അവർ ലോബിയിങ്ങിലും പരാജയപ്പെടുന്നു, അവർ ഡീപ് സ്റ്റേറ്റിലും പരാജയപ്പെടുന്നു. രണ്ടിനും അവർക്ക് പറ്റുന്നില്ല. എന്നാൽ പാകിസ്ഥാനും തീരുമാനിക്കട്ടെ ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാൻ. നടക്കില്ല. അടുത്ത ജന്മം ഞാൻ പറഞ്ഞു 100 കൊല്ലം കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ രണ്ടും പറ്റില്ല അവർക്ക്. എന്നാൽ ഇന്ത്യയുടെ ഫേവർ കിട്ടാൻ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഒന്ന് ഇവിടെ പണം ഇറക്കട്ടെ, രണ്ടും നടക്കൂല. അത്രയും വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയെന്നർത്ഥം. അതാണ് പാകിസ്ഥാൻ്റെ ലോബിയിങ്. ഏതായാലും അത് ഈ ഒരു പൊളിറ്റിക്കൽ ടേം മനസ്സിലാക്കാനും അത് അനലൈസ് ചെയ്യാനും ഈ ചർച്ച ഉപകരിച്ചു. നമ്മുടെ പ്രേക്ഷകർക്കും അത് ഉപകരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.